നഷ്ടപ്പെടുന്നു. നമുക്കെന്തായാലും റിൻഷാദിനോട് തന്നെ ഈ വൈദികർക്ക് പണം നഷ്ടപ്പെട്ടതിനെ പറ്റി വല്ല സൂചനകളുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം. ഒരുപാട് വൈദികർക്ക് പണം നഷ്ടപ്പെട്ടതായി ഏലിയാസ് പറയുന്നു. നമ്മൾ ഇയാളുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും അങ്ങനെ ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഈ വൈദികരും മറ്റുമൊക്കെ ഈ തട്ടിപ്പിന് ഇരയായതായി? തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഈ വൈദികരെയും അതുപോലെ തന്നെ സ്വാമിമാർ ഇങ്ങനത്തെ ആളുകളെ പുള്ളിയുടെ മെയിൻ ടാർഗറ്റ്. ഇവർ ഒരു ഇഷ്യൂ വന്നാൽ കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോകില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനത്തെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഞാൻ ഈ ഓഫീസിൽ പല സമയത്തും വരുന്ന സമയത്ത് പുള്ളി ഇവിടെ പള്ളിയിലച്ചന്മാർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ പുള്ളിയായിട്ട് ഇവിടെ വൈറ്റിലെ വെച്ച് മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് പുള്ളിയുടെ പുറകിലൊരു കാറ് വന്ന് നിർത്തുന്നു. കാറിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ലോഹയൊക്കെ പള്ളിയിലച്ചന്മാരായിരുന്നു. പുള്ളി എന്ത് ചെയ്യുന്നു, എന്നോടൊന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറയുന്നു. അതിലൊരാൾ വരുന്നു, സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നു, കവർ കൈമാറുന്നു. അവർ കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുന്നു. എന്നോട് അന്ന് പറയുന്നുണ്ടോ ഇവരോട് ഞങ്ങൾ ക്യാഷായിട്ട് വേണ്ടാന്ന് പറഞ്ഞതാണ്. എല്ലാവരും നോക്കി റിൻഷാദെ ഫുള്ള് ക്യാഷായിട്ടാണ് എല്ലാവരും കൊടുന്നു തരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഒരു ഡ്രാമ കളിച്ചു. നോക്കിയപ്പം ഫുള്ള് 500-ൻ്റെ കെട്ടുകൾ, പുതിയ ഫ്രഷ് നോട്ടുകളാണ് അച്ഛന്മാർ ഇവർക്ക് വേണ്ടി കൈമാറിയിട്ടുള്ളത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, റിൻഷാദ് ഒരു കാര്യം ചെയ്യും, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് പുള്ളി അഭിഭാഷകനാണല്ലോ, ഹൈക്കോടതിയിലൊക്കെ അഡ്വക്കേറ്റാണല്ലോ. നമുക്കിവിടെ ഒരു വക്കീൽമാർക്ക് വേണ്ടി മാത്രമുള്ള ഈ ഗൗണും അതിൻ്റെ ബാക്കി യൂണിഫോമൊക്കെ കിട്ടുന്ന ഒരു നല്ല അടിപൊളി ഷോപ്പ് തുടങ്ങാം. അപ്പോൾ അധികം എവിടെ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ വക്കീൽമാരുടെ അസോസിയേഷൻ ഗ്രൂപ്പൊക്കെ ഞാൻ ഇടാം, നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, ഞാനും ഒരു എമൗണ്ട് ഞാനും ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളെ ഏതൊക്കെ രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ പുള്ളി ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി ശ്രമിച്ചുകൊണ്ട്. അന്നൊക്കെ പുള്ളി വന്നത് ഒരു ഓഡി കാറിലാണ്, ഒരു ഓഡി Q7 ഒരു ബ്ലൂ കളർ കാറിലാണ് പുള്ളി എന്ത് ചെയ്തില്ല നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഞാൻ വാർത്തകൾ കണ്ടു, നിങ്ങളെ വാർത്ത വരെ കണ്ടു. സോളാർ കേസിൽ 100 രൂപ പോലും അവർക്ക് തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്ത ബിജു രാധാകൃഷ്ണൻ വരുന്നത് ഓഡി കാറിൽ, മിനി കോപ്പറിൽ, അതുപോലെ ബെൻസിൽ ഒക്കെയാണ്. ഇപ്പോഴത്തെ അദ്ദേഹം അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ പേരിൽ ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇന്നോവ ക്രിസ്റ്റയൊക്കെ എടുത്ത് ആഡംബര കാറിലുള്ള ലൈഫായിരുന്നു. കയ്യിൽ ഫുള്ള് സ്വർണ്ണത്തിൻ്റെ മോതിരങ്ങൾ, കൈത്തിൽ സ്വർണ്ണത്തിൻ്റെ മാലകൾ, ഇദ്ദേഹം ഇടുന്ന വില കൂടിയ വസ്ത്രങ്ങൾ, ഇതൊക്കെ ഓരോ ആളുകളെ പറ്റിച്ചിട്ട് CSRA ഫണ്ട് വാങ്ങിക്കൊണ്ടാണ്. ഞങ്ങളോടും വലിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞില്ലേ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് ഒക്കെ ഇയാൾ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആദ്യം പുള്ളിയായിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പൊക്കെ പുള്ളിയായിട്ട് നമ്മൾ സാധാരണ ഉള്ളൊരു വസ്ത്ര കോഡുകളൊക്കെ പോരാ. പുള്ളി പറയും ഒരു ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്, ചെയർമാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നെ കാക്കനാടുള്ള ഒരു വലിയൊരു ബ്രാൻഡായ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നോട് 36,000 രൂപക്കുള്ള വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ പുള്ളി തന്നെ എന്നോട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. പുള്ളിയാണ് ഒരു തവണ എന്നോട് കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. ഞാൻ ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് എടുക്കാറുള്ളത്. ബർഗൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബ്രാൻഡ് ഡ്രസ്സൊക്കെ വേണം നിങ്ങൾ ഇടാൻ, ഒരു ട്രസ്റ്റിൻ്റെ ചെയർമാനല്ലേ എന്നൊക്കെ പറയുന്നു. അപ്പം അന്നൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്ന കാറ് ഒരു എക്കോസ്പോർട്ട് മുതൽ I20 കാറൊക്കെ ആയിരുന്നു. പുള്ളി പറഞ്ഞു ഒരു ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഇതിലല്ലേ പോകേണ്ടത്, നിങ്ങൾ വണ്ടിയെല്ലാം കൊടുത്തിട്ട് ഇന്നോവ ക്രിസ്റ്റ ആക്കണം. അപ്പോൾ നമ്മളെ അടുത്ത തലത്തിലേക്ക് അതിൽ പുള്ളി എന്താണോ സ്വപ്നം കാണുന്നത്, രാത്രികളിൽ കാണുന്ന സ്വപ്നം, അത് രാവിലെ എന്നെ കൊണ്ട് പ്രാവർത്തികമാക്കാനായിരുന്നു ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ട്. മനസ്സിലാക്കില്ല, നിങ്ങളും വിചാരിച്ച നാളെ 300 കോടി വരും, വലിയ ട്രസ്റ്റിൻ്റെ ചെയർമാനായി ലാവിഷായിട്ട് ജീവിക്കാം എന്നായിരിക്കും നിങ്ങളുടെ. ഞാൻ സത്യം പറഞ്ഞാൽ അനീഷ് മനസ്സിലാക്കേണ്ടത്, ഇന്നല്ലെങ്കിൽ അടുത്ത മാസം കഴിഞ്ഞാൽ ഞാൻ 300 കോടി രൂപ വരുന്നൊരു ഹോസ്പിറ്റലിൻ്റെ ചെയർമാനാണ് ഞാൻ. അതാണ് നമ്മൾ ഇദ്ദേഹം പറയുന്നത്. ഈ പുള്ളി 2 കോടി 3 കോടി കാര്യം പറയുന്നില്ല. ഉള്ളി 100 കോടി 250 കോടി 300 കോടി 1500 കോടി ഇങ്ങനെ കോടികൾ മാത്രമാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതിനുശേഷം ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിച്ച് 20 രൂപ കൊടുക്കുമ്പോൾ ഇത്രയും കോടിയേഷനായ നമ്മൾ 20 രൂപ നമുക്ക് പോലും അങ്ങനത്തെ ഒരു ഇത്. പുള്ളി കോടികൾ എന്ത് പറഞ്ഞാൽ കോടികൾ എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ പുള്ളി പറയുള്ളൂ. അപ്പം ഞാനും സ്വാഭാവികമായിട്ട് ചിന്തിച്ചു ഇത്രയും കോടികളല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ നല്ല ഷർട്ട് തന്നെ വാങ്ങിയിട്ടേക്കാന്ന്, ബ്രാൻഡ് തന്നെ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ വിഷയത്തിലേക്ക് വരാം. എങ്ങനെയായിരുന്നെങ്കിലും ഇവിടെ പല സമയത്തും പള്ളിയിലെ അച്ഛന്മാർ, പുരോഹിതന്മാരാണ് പല സമയങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത്. പല ടൈമുകളും പള്ളിയച്ഛന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ടാർഗറ്റ്. ഇത് ഞാൻ വ്യക്തമായിട്ട് ഞാനും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് അവകാശപ്പെട്ട നിഷ കെ പീറ്ററും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഒരു ഇഷ്യൂ വന്നപ്പോൾ സംസാരിച്ചു. നിങ്ങളെ ബിജുവിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, പള്ളിയച്ഛന്മാരല്ല. അതാര് പറഞ്ഞു? ബിജു എൻ്റെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ്. ഇപ്പോൾ ഈ ഇഷ്യൂ വന്നപ്പോൾ അതാണ് ഉന്നയിക്കുന്നത് പറയുന്നത്. അന്നും എന്നോട് പറഞ്ഞത് ബിജു എൻ്റെ വെറും ഒരു സ്റ്റാഫാണ്, സ്ഥാപനത്തിൻ്റെ ലൈസൻസ്, അത് ബിജുവിൻ്റെ ഐഡിയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്ഥാപനത്തിൻ്റെ ലൈസൻസ് എല്ലാം നിഷ കെ പീറ്ററിൻ്റെ പേരിലെടുക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്വന്തം ഭാര്യയെ കൊന്ന കേസിൽ 6 വർഷത്തോളം ജയിലിൽ കിടന്ന ബിജു രാധാകൃഷ്ണന് ഹാജരായ അഡ്വക്കറ്റാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ലൈസൻസിലും അതുപോലെ തന്നെ കാറുകളുടെ ഓണറും ഒക്കെ ആയി മാറുന്നത്. ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തികങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ നിഷയാണ്. നിഷയുടെ പഴയ കോലൊന്നുമല്ല, നിഷയും ഒരുപാട് മാറി.
കയ്യിൽ ഫുള്ള് സ്വർണ്ണങ്ങളും എല്ലാം ഇട്ട് ആളാകെ മാറി. എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് അത് ഇപ്പം എന്തോ പുള്ളിക്കാരത്തിന് ഒരു കേസിൽപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പം ബാർ അസോസിയേഷൻ അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം സനതെല്ലാം തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഞാൻ പള്ളിലച്ചന്മാരാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഇത് ഞാൻ നിഷയോട് 1-2 തവണ പറഞ്ഞപ്പോൾ നിഷ എന്നോട് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായത്. ആ ഭീഷണിയെ തുടർന്നു കൊണ്ട് തന്നെയാണ് ഇത് പുറത്ത് പറയാഞ്ഞതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയും. കൊല്ലുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ മലപ്പുറത്തുനിന്ന് വന്ന് എറണാകുളത്ത് ബിസിനസ് നടത്തുന്ന ആളല്ലേ, നിന്നെ ഇല്ലാണ്ടാക്കാൻ ഞങ്ങൾ നിമിഷ നേരങ്ങൾ മതിയെന്ന്. നിവൃത്തികേടോടാണ് ഞാനിപ്പം ഈ ന്യൂസ് വന്നതിന് പുറകെ ഞാൻ ഇങ്ങനെ പരാതിയായിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണവും. അതുമാത്രമല്ല, കേരളത്തെ ഞെട്ടിച്ച ഒരു കേസായിരുന്നു CSRA ഫണ്ട് ഉപയോഗിച്ച് ഒരു അനന്തകൃഷ്ണൻ ഈ പകുതി വിലക്ക് ലാപ്ടോപ്പും ബൈക്കും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ അനന്തകൃഷ്ണൻ ഇതേ സെയിം രൂപത്തിൽ CSRA ഫണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. എന്നാലും എനിക്ക് പറയാനുള്ളത്, അനന്തകൃഷ്ണൻ ആർക്ക് വേണ്ടിയിട്ടാണ് അകത്ത് കിടക്കുന്നത് എന്നുള്ള കാര്യം കൂടുതൽ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ഞാൻ പുറകിലേക്ക് എനിക്ക് തുറന്ന് പറയേണ്ടി വരും. അതിൻ്റെ കൂടുതൽ തെളിവുകളും എന്നെ ബിജു രാധാകൃഷ്ണൻ അനന്തകൃഷ്ണനായിട്ട് പരിചയപ്പെടുത്താൻ പറ്റുന്ന നോക്കിയതുമൊക്കെ എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ മുമ്പിലുണ്ട്. കൂടുതൽ ഇതിലേക്ക് പോകുമ്പോൾ എനിക്ക് അതും തുറന്ന് പറയേണ്ടി വരും. എന്തായാലും വൈദികർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ പനമ്പള്ളി നഗറിലെ ഓഫീസിലും ഒരുപാട് വൈദികരെ കണ്ടിട്ടുണ്ട്. വൈദികരും ബിജുവുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. വൈദികർ ബിജുവിന് പണം കൈമാറുന്നതായി കണ്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതായത് ഏലിയാസ് നേരത്തെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ ബിജുവിൻ്റെ ഓഫീസിൽ ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയാവുന്നു. അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇനി വൈദികരൊക്കെ സ്വന്തം നിലയ്ക്ക് പരാതിയുമായി മുന്നോട്ട് വരുമോ, അല്ലെങ്കിൽ ബിജുവിൻ്റെ അക്കൗണ്ടും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടും വൈദികരുടെ അക്കൗണ്ടുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നടക്കാൻ സാധ്യതയുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്കും അപ്പുറത്തുള്ള വലിയ തട്ടിപ്പ് തന്നെയാണ് കൊച്ചി കേന്ദ്രമാക്കി അല്ലെങ്കിൽ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ശിക്ഷിക്കപ്പെട്ട ബിജു രാധാകൃഷ്ണൻ രൂപവും ഭാവവും മാറി പുതിയ തട്ടിപ്പുമായി രംഗത്തെത്തി എന്ന ഞെട്ടിക്കുന്ന വിവരമായിരുന്നു ന്യൂസ് 18 പങ്കുവച്ചത്. എങ്കിൽ ഇപ്പോൾ അതിൻ്റെ വ്യാപ്തി അത്രമേൽ വലുത്. മറ്റു പല തട്ടിപ്പുകാരുമായി ബിജു രാധാകൃഷ്ണന് ബന്ധമുണ്ടോ? രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടോ? എന്തായിരുന്നു നടിയെ ആക്രമിച്ച കേസിന് ശേഷം ആ കേസുമായി ബിജു രാധാകൃഷ്ണന് ഉള്ള ബന്ധം? സംശയങ്ങൾ അങ്ങനെ നീളുകയാണ്. ബിജുവിനെ പിന്തുണയ്ക്കുന്ന ഈ അഭിഭാഷക ആരാണ്? റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ആര് എന്ന ചോദ്യമുണ്ട്. ഒപ്പം ബിജുവിന് ഇത്തരം തട്ടിപ്പ് നടത്താൻ മറ്റാരുടെയൊക്കെ ഒത്താശയുണ്ട് എന്ന സംശയത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഞങ്ങളുടെ വാർത്താ പരമ്പര വരും ദിവസങ്ങളിലും തുടരുക തന്നെ ചെയ്യും. ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയും ആഴവും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് MS അനീഷ് കുമാറിലൂടെ ഇനിയും എത്തി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.